ആര്യനാട് മൂന്നാറ്റുമുക്കിലെ ഈ പ്രദേശത്താണ് ദാരുണമായ അപകടമുണ്ടായത്. ഒരു കുടുംബത്തിലെ 4 പേരാണ് ഇന്നലെ കരമനയാറ്റിൽ ഈ പ്രദേശത്ത് വെച്ച് മുങ്ങി മരിച്ചത്. കുളത്തൂർ സ്വദേശി അനിൽകുമാർ, അദ്ദേഹം പോലീസിലാണ് ജോലി ചെയ്യുന്നത്. പോലീസിൽ ഡ്രൈവറാണ് അനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ മകൻ അമൽ, പിന്നീട് സഹോദരങ്ങളുടെ മക്കളായ അദ്വൈത്, ആനന്ദ് എന്നിവരാണ് ഇവിടെ മുങ്ങി മരിച്ചത്. ഈ ഇടതുവശത്ത് കാണുന്ന ഇടങ്ങൾ അത് റബ്ബർ പുരയിടങ്ങളാണ്. അതിൽ ഒരു റബ്ബർ പുരയിടം അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. അവിടെ വളമിട്ടതിന് ശേഷം കുട്ടികളുമായി അദ്ദേഹം കുളിക്കാൻ ഇറങ്ങിയതാണ്. ഇതുവഴിയാണ് അനിൽകുമാറും മകനും സഹോദരങ്ങളുടെ മക്കളും റബ്ബർ പുരയിടത്തിൽ വളമിട്ടതിന് ശേഷം കരമനയാറ്റിലേക്ക് ഇറങ്ങിയത്. ഈ വഴി കണ്ടാൽ അറിയാം, ദുർഘടം പിടിച്ച വഴിയാണ്. ഇതുപോലെ തന്നെയാണ് മുകളിലേക്കുള്ള വഴിയും. നിലവിൽ അവർ പിന്നീട് താഴേക്ക് ഇറങ്ങിയ ശേഷം അവരുടെ ചെരുപ്പുകൾ നമുക്ക് കാണാം. ഒരു താക്കോലുണ്ട്, അത് അവരെത്തിയ വാഹനത്തിൻ്റെ ആകാം. അതിൽ അമൽ എന്ന പേര് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ്റെ പേര് അമൽ എന്നാണ്. ഇന്നലെ വലിയ വെള്ളമുണ്ടായിരുന്നു. ഈ പാറയുടെ ഒരു ഭാഗം വെള്ളം മൂടിയിരുന്നു എന്നാണ് നാട്ടുകാർ നമ്മളോട് പറഞ്ഞത്. കുറച്ച് ആഴമുള്ള സ്ഥലമാണ്, ആൾക്കാർ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ പരിചയമില്ലാത്തവർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുഴിയാണ് അവിടെ. ഡാം തുറന്നു പോകുന്ന സമയത്ത് അമിതമായിട്ട് വെള്ളം വന്നിട്ട് ചുഴി കറങ്ങിയാണ് ഇങ്ങ് പോയിരുന്നത്. അധികം പരിചയമില്ല അവർക്ക്, 6 മാറ്റ് അങ്ങനെ പരിചയമില്ല. നമുക്ക് പേപ്പാറ ഡാമിൻ്റെ വെള്ളം തുറന്നു വിട്ടു. അത്തരത്തിൽ നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അതായത് വെള്ളം ഇവിടെ എത്തി ഒന്ന് ചുഴി പോലെ അവിടെ ആ വെള്ളം ചുറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന പ്രദേശത്തുകൂടി ഒഴുകി പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ അവിടെ ഒരു ചുഴി രൂപപ്പെട്ട് ആ കയത്തിലാണ് ഇവർ 4 പേരും ഒരേ സ്ഥലത്ത് തന്നെയാണ് താണു പോയതെന്നാണ് നാട്ടുകാർ നമ്മോട് പറഞ്ഞത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഉറച്ച മണ്ണും കല്ലുമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ആ പ്രദേശത്ത് ഒരു 3 ആളുടെ താഴ്ചയുണ്ടെന്നാണ് ഇപ്പോൾ നമ്മോട് ശിബുചേട്ടൻ പറഞ്ഞത്. എന്തായാലും ഈ പ്രദേശം പരിചയമില്ലായിരുന്നു. ഇവരെല്ലാവരും അമ്മയുടെ, അതായത് മരണപ്പെട്ട അനിൽകുമാറിൻ്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ വാവ് കുളിക്കും ബലിയിടാനും ഒക്കെ ഒത്തുചേർന്നതാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുകയാണ്. ഇന്ന് 4 മണിക്ക് ശേഷം ഈ ആര്യനാട് ഈ പ്രദേശത്ത് വെച്ച് തന്നെ 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കും. നെല്ലൈ മുരുകനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.